ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് അവർ ചാനൽ സാധൂസ് മൊമെൻറ്റ്സ്. അപ്പോൾ നമ്മളിന്ന് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ചപ്പാത്തി ആൻഡ് ബീഫ് കറിയുടെ റെസിപ്പി ഒന്നുമില്ല. ഞാൻ അടുക്കളയിൽ പോയപ്പോൾ എൻ്റെ വല്യമ്മ നിന്ന് ചപ്പാത്തി വരുത്തുന്നുണ്ട്. അപ്പോൾ വല്യമ്മേൻ്റെ സ്പെഷ്യലാണ് ചപ്പാത്തി. കാരണം മാവ് കഴിച്ചതും ഉരുട്ടിയതും പരത്തിയതും ഒക്കെ വല്യമ്മയാണ്. സോ ആള് ഭയങ്കര സ്പീഡായിട്ട് തന്നെ പരത്തൂട്ടാ. അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരെണ്ണം കൂടി ആഡ് ചെയ്യണമെന്നുണ്ടായി. കാരണം ഞാൻ പരത്തിയ ചപ്പാത്തി നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ, അതും കൂടി നിങ്ങൾ കാണേണ്ടതാണ്. പിന്നെ ഇപ്പോൾ മറ്റേ ടെക്നിക്ക് ഇറങ്ങിയത് കൊണ്ട് ഞാൻ ആ പാത്രം കുറേ പരത്തിയിട്ട് പാത്രം വെച്ചിട്ടാണ് അങ്ങനെയാണ് ചെയ്യൽ ഞാൻ. പക്ഷേ വല്യമ്മ ചെയ്യണത് നിങ്ങൾ കണ്ടോട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, പഴയ ആൾക്കാർ എപ്പോഴും ഭയങ്കര സ്പീഡ് ആൻഡ് ഫാസ്റ്റ് ആയിട്ടായിരിക്കും ചെയ്യുന്നുണ്ടാവുക. എനിക്കിതിൽ വിഷ്വൽ സ്പീഡൊന്നും ആഡ് ചെയ്യേണ്ടി വന്നില്ല. കണ്ടോ, ആ ചപ്പാത്തിക്ക് ഇരിക്കണതാണെന്ന് തന്നെ ഒരു പാക്കറ്റ് ചപ്പാത്തി പോലെയാണ്. അപ്പോൾ എൻ്റെ വല്യമ്മ അവിടെ നിന്ന് ചുടുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പ്രോസസ്സ് പോലെ എൻ്റെ ഉമ്മ ഇരുന്ന് ചൂടുന്നുണ്ട് ചപ്പാത്തി. സോ എന്നാലല്ലേ എനിക്ക് കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എനിക്ക് വിശന്നിട്ടും വയ്യായിരുന്നു. അതുകൊണ്ട് തന്നെ ഗ്യാസും കുറ്റിയും ഇരുന്ന് ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാകും എൻ്റെ ഉമ്മ കൈകൊണ്ട് കറക്കുന്നത് ചപ്പാത്തി. കാരണം എൻ്റെ ഉമ്മാക്ക് 100 ചട്ടകങ്ങളുണ്ടെങ്കിലും എൻ്റെ ഉമ്മാക്ക് ഈ ചപ്പാത്തി കൈകൊണ്ട് കറക്കിയിട്ട് മറിച്ചിടുന്ന സ്റ്റെപ്പിൽ വെറുതെ ചട്ടക എടുക്കും. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്തിനാ ചട്ടക എടുത്തതെന്ന് ചോദിച്ചപ്പോൾ ഉമ്മ പറയേ, അത് അമർത്തിയാലേ ഫുള്ള് വീർക്കുള്ളൂ എന്ന്. അപ്പം ഞാനും അത് ചെക്ക് ചെയ്യാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു കേട്ടോ. കണ്ടോ, ഇതിങ്ങനെ വീർത്ത് വരുമ്പോൾ ജസ്റ്റ് ഒന്ന് അമർത്തി കഴിയുമ്പോഴത്തേക്കിനും ഫുള്ള് വീർക്കും. ചില ചപ്പാത്തി വീർക്കയില്ല, ഫെയിലിയറായി പോവും. പക്ഷേ ഇത് നമ്മൾ വീഡിയോ എടുക്കണോണ്ടാണോ എന്നറിയില്ല, ഇത് സക്സസ്ഫുള്ളി സെറ്റായിട്ടുണ്ട്. അപ്പം നമുക്ക് ഒരെണ്ണം കൂടി ചുടാം. കാരണം ചപ്പാത്തി കുറച്ചായാലല്ലേ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതാ അടുത്ത ചപ്പാത്തി ആവുന്നുണ്ട്. ആൻഡ് നമ്മൾ ആവി വരുന്നു, മറിച്ചിടുന്നു. ആൻഡ് അത് കുറച്ച് കുഞ്ഞ് ബബിൾസ് വരുമ്പോഴാണ് കേട്ടോ തിരിച്ചിടുക. അപ്പോൾ ഗായ്സ്, എനിക്ക് ചപ്പാത്തി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം പ്രത്യേകിച്ച് ഡിന്നറിന്. കാരണം നമ്മുടെ വീട്ടിലൊക്കെ നാസ്ത ഉണ്ടാക്കൽ ഭയങ്കര കുറവാണ്. കാരണം നമുക്ക് റൈസ് തന്നെ അത്യാവശ്യം നല്ലോണം ഉണ്ടാക്കണോണ്ട് ഞങ്ങൾ അങ്ങനെ കഴിച്ച് ശീലമായി. അപ്പോൾ നമുക്ക് ആവശ്യമില്ല. പിന്നെ ഇങ്ങനെ നാസ്തയൊക്കെ ഉണ്ടാക്കുമ്പോൾ വല്ല ബീഫ് കറി, ചിക്കൻ കറി ഒക്കെ ഉണ്ടാകുമ്പോഴാണ് ഈ നാസ്ത ഉണ്ടാക്കുക. പക്ഷേ എനിക്ക് കറി അത്ര ഇഷ്ടമല്ല, നോട്ട് ദ പോയിൻറ്റ്. അപ്പോൾ ഇതാ പറഞ്ഞ് ചപ്പാത്തി അങ്ങോട്ട് ആയിണ്ട്. അപ്പോൾ ചപ്പാത്തി ഇപ്പോൾ വീർത്തില്ല. അപ്പം ഞാൻ ഉമ്മീനോട് പറഞ്ഞു, ചപ്പാത്തി വീർത്തില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഉമ്മ പറയും, ഇപ്പോൾ കാണിച്ചു തരാൻ പറഞ്ഞിട്ട് അടുത്ത ചപ്പാത്തി മറിച്ചിടണ ക്ലിപ്പ് മാത്രമേ ആഡ് ചെയ്തുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചപ്പാത്തി മറിച്ചിടണേ തിരിച്ചിടണേ കൊണ്ട് ബോറടിക്കില്ലേ. അപ്പം ഞാൻ വിചാരിച്ചു ഇതും വീർക്കില്ല. പക്ഷേ ഇത് വീർത്തു കേട്ടോ ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മുടെ ഈ ചപ്പാത്തിയും റെഡി ആയപ്പോഴത്തേക്കിനും ഞാൻ എന്ത് ചെയ്തു, കഴിക്കാമെന്ന് വിചാരിച്ചു. സോ നമുക്ക് കഴിച്ച് സഹായിക്കാനല്ലേ പറ്റൂ. അപ്പോൾ ഞാൻ ആദ്യം ഒരു ചപ്പാത്തി ഇട്ടു, പിന്നെ 2 ചപ്പാത്തി ഇട്ടു. അപ്പോൾ ഉമ്മി പറഞ്ഞു, ഇനി ചപ്പാത്തിയുടെ കണക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ 3 എടുക്കാൻ പറഞ്ഞു. ലാസ്റ്റാണ് കേട്ടോ ഇട്ടത്. അപ്പോൾ ഗൈസ്, ഇന്ന് ബീഫ് വറ്റിച്ച ചട്ടിയിലൊക്കെ വെച്ച് വറ്റിച്ച പോലത്തെ കറിയാണ്. അത് ഞാൻ ഒരു ചപ്പാത്തിയും കൂടി എടുത്തു കേട്ടോ. എനിക്ക് പിന്നെ കറി അധികം ഇഷ്ടമല്ല. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.